ഏകദേശം 20,000 കോടി രൂപ വിലമതിക്കുന്ന 250 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കായുള്ള ഒരു സുപ്രധാന കരാറിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2025 മാർച്ച് 20 നടക്കാനിരിക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ യോഗത്തിൽ 20,000 കോടി രൂപ വിലമതിക്കുന്ന 250 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കായുള്ള ഒരു സുപ്രധാന കരാർ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗത്തിൽ പ്രധാന സൈനിക നേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. നമുക്കറിയാം, ബ്രഹ്മപുത്ര മോസ്കോ നദികളുടെ പേരിലുള്ള ബ്രഹ്മോസ് മിസൈലിന് ഏകദേശം 300 കിലോമീറ്റർ ആണ് ദൂരപരിധി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. മാക് 2.8 വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസ് ദൂരപരിധിക്കും വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകേട്ടതാണ്. ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈൽ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഫിലിപ്പീൻസിലേക്കുള്ള സമീപകാല വിൽപ്പന അതിന്റെ പ്രതിരോധ കയറ്റുമതി തന്ത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോള പ്രതിരോധ വിപണിയിൽ ഒരു മത്സരാധിഷ്ഠിത കളിക്കാരനായി അതിനെ സ്ഥാപിക്കുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യം തന്നെ. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കിയതിനെ പറ്റി ഫിലിപ്പീൻസ് പറഞ്ഞത് തങ്ങളുടെ പ്രതിരോധ ശേഷിയിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് ഇത് എന്നാണ്. ഇന്ത്യയിൽ നിന്ന് മിസൈലുകളുടെ ആദ്യ ബാച്ച് ലഭിച്ചതിന് ശേഷമാണ് ഇവരുടെ ഈ വികസനം. ദക്ഷിണ ചൈന കടലിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഫിലിപ്പീൻസിന്റെ സൈനിക നവീകരണ ശ്രമങ്ങളിലെ ഒരു നിർണായക നിമിഷമാണ് ഇതെന്നാണ് ഫിലിപ്പീൻസ് ഇതിനെപ്പറ്റി പ്രശംസിച്ചു പറഞ്ഞത്. ഏകദേശം $375 മില്യൺ വിലമതിക്കുന്ന ഈ കരാറിൽ കപ്പലുകളിൽ നിന്നും കരയിൽ നിന്നുമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന 3 ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികളും ഉൾപ്പെടുന്നുണ്ട്. ഫിലിപ്പീൻസ് മറൈൻ കോർപ്സ് ആയിരിക്കും ഫിലിപ്പീൻസിൽ ഈ ബ്രഹ്മോസിന്റെ പ്രാഥമിക ഓപ്പറേറ്റർമാർ. ഇത് രാജ്യത്തിന്റെ തീരദേശ പ്രതിരോധ തന്ത്രത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ മിസൈൽ സംവിധാനത്തിന്റെ ഫലപ്രദമായ സംയോജനം ഉറപ്പാക്കുന്നതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. ഈ ഏറ്റെടുക്കൽ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല, ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തിന് മറുപടിയായി പ്രാദേശിക സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ ഒരു തന്ത്രം കൂടിയാണ്. ഫിലിപ്പീൻസിന്റെ ദേശീയ സുരക്ഷാ ചട്ടക്കൂട് മെച്ചപ്പെടുത്തുന്നതിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഒരു നിർണായക ചുവടുവയ്പ് തന്നെയായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ ഒരു നല്ല ഉത്തമ ഉദാഹരണം തന്നെയാണ് 2024 നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം $74.7 ബില്യൺ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ചെലവിടുന്ന രാജ്യങ്ങളിൽ ഒന്നായി നമ്മുടെ രാജ്യത്തെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ബജറ്റ് ശ്രദ്ധേയമായ വർധനവാണ് നേടിയെടുത്തിരിക്കുന്നത്. പ്രതിരോധ മേഖലയിലെ ആഭ്യന്തര ഉൽപാദനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളിലൂടെ വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 41 ആയുധ ഫാക്ടറികൾ, 9 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, 100-ലധികം സ്വകാര്യ സംരംഭങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ശക്തമായ വ്യാവസായിക അടിത്തറയോടെ ഇന്ത്യൻ പ്രതിരോധ ആവാസ വ്യവസ്ഥ അതിവേഗമാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സർക്കാർ നയങ്ങളാണ് ഈ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നത് തന്നെ. ഇന്ത്യയുടെ ഈ $74 ബില്യൺ പ്രതിരോധ ബജറ്റ് ഒരു സൈനിക സൂപ്പർ പവറിന്റെ ഉദയമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു വാർത്തയാണ് ചൈനയുടെ സൈനിക വ്യോമയാനത്തിന് ഒരു സുപ്രധാന സംഭവ വികാസം എന്ന് വേണം പറയാൻ. പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് തങ്ങളുടെ നൂതന യുദ്ധവിമാനമായ J-36ന്റെ 2ാം പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയിരിക്കുകയാണ്. ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഈ വിമാനം 6ാം തലമുറ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടത്തെയാണ് കാണിക്കുന്നത്. ഈ മേഖലയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ വിജയമാണ്. J-36ന്റെ ആദ്യ പറക്കൽ 2024 ഡിസംബർ 26 നടന്നത്. ഇപ്പോഴത്തെ ഈ പരീക്ഷണം നടന്നിരിക്കുന്നത് 2025 മാർച്ച് 19 ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് റഡാർ ദൃശ്യപരിധി കുറയ്ക്കുന്നതിന് വേണ്ടി വിപുലമായ സ്റ്റെൽത്ത് സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ത്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സവിശേഷമായ ട്രിപ്പിൾ എഞ്ചിൻ കോൺഫിഗറേഷനാണ് ഈ വിമാനത്തിലുള്ളത്. ഈ ഗുണങ്ങൾ J-36നെ ആധുനിക വ്യോമ പോരാട്ട സാഹചര്യങ്ങളിൽ ഒരു ശക്തമായ മത്സരാർത്ഥിയായി എടുത്തു കാണിക്കുന്നു. ഇതിന്റെ വലുപ്പം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു സൗകര്യത്തിലാണ്. ചൈനയുടെ J-10, J-20 പോലുള്ള മറ്റു യുദ്ധവിമാനങ്ങളും ഇവിടെ തന്നെയാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇതിന്റെ എയറോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഡൈവേർട്ടർലെസ് സൂപ്പർസോണിക് ഇൻലൈറ്റ് ഡിസൈൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ് റഡാർ കണ്ടുപിടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി
അതിന്റെ എക്സോസ്റ്റ് സിസ്റ്റം പിൻഭാഗത്തെ ഫ്യൂസ്ലേജിന് മുകളിലാണ് തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളാണ് J-36 വഹിക്കുന്നത്. അതുപോലെ തന്നെ ക്രൂവില്ലാത്ത യുദ്ധവിമാനങ്ങളുമായി ഏകോപിപ്പിക്കുന്നതിന് ഡ്രോൺ മദർഷിപ്പായി പ്രവർത്തിക്കാനും ഇതിന് സാധിക്കും. അത്രയധികം ആയുധ പേലോഡ് വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. വളരെയധികം വലിയ ഇന്ധനശേഷിയാണ് ഇതിനുള്ളത്. അതായത് കിഴക്കൻ ഏഷ്യയിലെ തർക്ക പ്രദേശങ്ങളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവിനെയാണ് ഇത് കാണിക്കുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ J-36 ആണവശേഷി ഉണ്ടായിരിക്കാമെന്നാണ്. 2030 ആകുമ്പോഴേക്കും ഏകദേശം 1000 വാർഹെഡുകളായി ഉയരുമെന്ന ലക്ഷ്യത്തോടെ ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവായുധ ശേഖരണത്തിന് ഇതൊരു സംഭാവന നൽകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തുക എന്ന തന്ത്രപരമായ ഒരു ലക്ഷ്യവുമായിട്ടാണ് ചൈന മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആശങ്കാജനകമായ വാർത്ത തന്നെയാണ്. ഈ അടുത്തിടെ വന്ന പാകിസ്ഥാന്റെ 24 ന്യൂസ് HD സമീപകാല റിപ്പോർട്ടിൽ ചൈനയുടെ J-35A സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ ഏറ്റെടുക്കുന്നത് പാകിസ്ഥാന്റെ ശക്തി സന്തുലിതാവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം ചൈന ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനമായ J-35A ഇന്ത്യയുടെ നിലവിലുള്ള മുൻനിര യുദ്ധവിമാനങ്ങളായ MiG-29, Su-30 MKI എന്നിവയെ മറികടക്കാൻ അനുവദിക്കുന്ന തരത്തിലുള്ള വിപുലമായ കഴിവുകൾ ഇതിനുണ്ടെന്നാണ് പറയുന്നത്. ഇതിന് വിപുലമായ സ്റ്റെൽത്ത് കഴിവുകളാണ് ഇവർ എടുത്തു കാണിച്ചിരിക്കുന്നത്. നമ്മുടെ MiG-29 1980കളിലാണ് IAFന്റെ ഭാഗമായത്. അതുപോലെ തന്നെ Su-30 MKI നമ്മുടെ ഇന്ത്യയുടെ വ്യോമശക്തിയുടെ ഒരു പ്രധാന ഭാഗമായ മൾട്ടി റോൾ യുദ്ധവിമാനമാണ്. നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ലാണ് Su-30 MKI. ഇവരുടെ ഈ ന്യൂസിൽ പറയുന്നത് J-35A മികച്ച റഡാർ ഒഴിവാക്കൽ രൂപകൽപ്പനയും ആധുനിക ഇലക്ട്രോണിക്സും ഈ വിമാനത്തിന്റെ ഒരു നിർണായക നേട്ടമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് പോലും ചൈനയുടെ J-35A കണ്ടെത്താനോ തടയാനോ കഴിയുകയില്ല എന്നാണ് ഇവരുടെ ഈ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ ദീർഘദൂര ഉപരിതല വിമാന മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് S-400. ചില സ്റ്റെൽത്ത് സവിശേഷതകൾ ഉൾപ്പെടെ വിവിധ ആകാശ ലക്ഷ്യങ്ങളുമായി ഇടപഴകാൻ വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒരു വിമാനത്തിന്റെ റഡാർ സിഗ്നേച്ചറിനെ ഗണ്യമായി കുറയ്ക്കുകയും കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം എടുത്തു പറയണം. കാരണം ഒരു വിമാനവും ഒരു റഡാറിനും പൂർണ്ണമായും അദൃശ്യമല്ല എന്നത്. റഡാർ ക്രോസ് സെക്ഷന്, ഇടപെടൽ ശ്രേണി, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് S-400 പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഈ റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങളാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ J-35 ഇപ്പോഴും വികസനത്തിനും പരീക്ഷണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഇതിന്റെ പൂർണ്ണമായ പ്രവർത്തന ശേഷികളോ നിലവിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും എതിരായ ഇതിന്റെ പ്രകടനമോ ഇതുവരെയും നടന്നിട്ടുമില്ല. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദേശ സൈന്യത്തിനോ ഈ വിമാനം ഇതുവരെ പൂർണ്ണമായും സേവനത്തിൽ പ്രവേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ J-35A ഇന്ത്യൻ വ്യോമസേനയുടെ S-400 പ്രതിരോധങ്ങളെ മറികടക്കാൻ സാധിക്കുമോ? ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.